ബിഗ് ബോസ് മലയാളം സീസൺ 7 അപ്ഡേറ്റുകളിലേക്ക് തന്നെ പോകാം. അനീഷ് രാജാവാണെന്നുണ്ടെങ്കിൽ അക്ബറും അപ്പാനിയും വില്ലന്മാർ തന്നെ. ഇത് പറഞ്ഞത് ഞാനല്ല, അവര് തന്നെയാണ് പറഞ്ഞത്. അപ്പാനിയും അതുപോലെ തന്നെ നമ്മുടെ അക്ബറും കൂടെ ഇന്നലത്തെ ആ ഒരു അവസാന ടാസ്ക് ഉണ്ടല്ലോ, മിഡ് വീക്ക് സസ്പെൻഷൻ ടാസ്കിൽ അവസാന രണ്ട് ടാസ്കുകളിൽ അല്ലെങ്കിൽ അവസാന രണ്ട് റൗണ്ടുകളും അനീഷ് തൂക്കിയതിന് ശേഷം അനീഷ് മൊത്തത്തിൽ ഒരു ഹീറോ പരിവേഷത്തിൽ അവിടെ നിൽക്കുമ്പോൾ ഈ അപ്പാനിയും അതുപോലെ തന്നെ നമ്മുടെ അക്ബറും കൂടെ സരിക അതുപോലെ തന്നെ ആദില, നോറ, പിന്നെ ഒന്ന് രണ്ട് പേരൊക്കെ അവിടെ ഉണ്ടെന്ന് തോന്നുന്നു, ബിൻസിയോ, അവരൊക്കെ അവിടെ ഇരുന്ന് നമ്മുടെ ആ ലോണിന്റെ ഏരിയയിൽ ഇരുന്ന് സംസാരിക്കുന്ന ഒരു സംഭവമാണ്. അനീഷ് ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും വിജയിച്ച്, അല്ലെന്നുണ്ടെങ്കിൽ ഇവരെ അടിച്ചമർത്താൻ ശ്രമിക്കുമ്പോൾ അതിന് മുകളിൽ വിജയിച്ച് അനീഷ് എത്തുമ്പോൾ ആ ഒരു സംഭവത്തിനെയാണ് ഇവരവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പൊ എല്ലാവരും പറയുന്നുണ്ട്, ഈ ഒരു രീതിയിൽ മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ അനീഷിനൊരു ഹീറോ പരിവേഷം കിട്ടും. അങ്ങനെ അനീഷ് ഒരു ഹീറോ ആകുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു രാജാവായി ഈ ഒരു സീസണിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അപ്പാനിയും അക്ബറും തന്നെയായിരിക്കും ഈ ഒരു സീസണിലെ വില്ലൻ എന്നാണ് അവർ പറയുന്നത്. അതല്ല, ഇനി അനീഷാണ് വില്ലനെങ്കിൽ അപ്പാനിയും അതുപോലെ തന്നെ അക്ബറുമായിരിക്കും ഈ ഒരു ഹീറോ സ്ഥാനത്തേക്ക് വരുന്നതും എന്നും അവരോട് ഇരുന്ന് സംസാരിക്കുകയാണ്. ഈ ഒരു സംസാരം കേട്ടപ്പോൾ എനിക്കും തോന്നി, ഇതൊക്കെ തന്നെയാണ് പുറത്ത് സംസാരിക്കുന്നതും പുറത്ത് നമ്മളും കാണുന്നതും. നമ്മൾ പ്രേക്ഷകർ കാണുന്ന സംഭവങ്ങളൊക്കെ അവരും ചിന്തിച്ചു തുടങ്ങി, അവർക്കും കളി മനസ്സിലായി തുടങ്ങി, അവർക്ക് മനസ്സിലായി എവിടെയൊക്കെയോ എന്തൊക്കെയോ പൊരുത്തക്കേടുകളുണ്ട്, പണി വരുന്ന വഴികൾ അവരും ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. എന്തെങ്കിലും അബദ്ധം അല്ലെന്നുണ്ടെങ്കിൽ അവർക്കും ഒരു ചെറിയ രീതിയിൽ ഉള്ളിൽ ഒരു പേടി ഉണ്ടെന്ന് തോന്നുന്നു. അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചേക്കാം. കാരണം അവർ ചെയ്ത് കൂട്ടുന്ന കാര്യങ്ങൾക്കൊന്നും ഒരു റീച്ച് വരുന്നില്ല. എന്നാൽ അനീഷ് ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം ഒരു റീച്ച് വരുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു ക്യാമറ സ്പേസ് ബിഗ് ബോസ് ഹൗസിനുള്ളിലാണെന്നുണ്ടെങ്കിലും അനീഷിനെ സംബന്ധിച്ച് ലഭിക്കുന്നുണ്ട്. അവർക്ക് അത്രമാത്രം ഒരു സ്വീകാര്യത കിട്ടുന്നുമില്ല. എന്നാൽ അവർ ആ ഒരു ഗെയിമുകളിലും ടാസ്കുകളിലൊക്കെ നോക്കിക്കഴിയുമ്പോൾ അക്ബറിന്റെ സൈഡിൽ ഉണ്ടെങ്കിൽ പോലും അപ്പാനി മൊത്തത്തിൽ ഒരു തോൽവി തന്നെയാണ്. നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു പരദൂഷണം ഗ്യാങ്, കുത്തിത്തിരിപ്പ് ഗ്യാങ് എന്നതല്ലാതെ അതിന് മുകളിൽ ഒരു പ്രത്യേകിച്ചൊന്നും അപ്പാനിയുടെ സൈഡിൽ നിന്നും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. എനിവേസ്, അവരുടെ ആ ഒരു വിലയിരുത്തൽ ശരി തന്നെയാണ്. നമ്മൾ പ്രേക്ഷകരുടെ സൈഡിലും അങ്ങനെയൊക്കെ തന്നെയാണ് പലരും ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നത്. അനീഷിന്റെ ഗെയിം സ്ട്രാറ്റജികളെല്ലാം പ്രേക്ഷകർക്കും ഇഷ്ടമായി തുടങ്ങുന്നുണ്ട്. ഒരു രീതിയിൽ ശരിയാണ്, അനീഷ് വെറുപ്പിക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് അവിടെ വസ്തുതകൾ അവിടെ തന്നെ നിന്നുകൊള്ളട്ടെ. കാരണം ഒരു കണ്ടസ്റ്റന്റ് ആകുമ്പം അവനും ഒരു മനുഷ്യനാണല്ലോ. അനീഷ് എന്ന് പറയുന്ന ഒരു കോമണർ ആണ് എന്നത് ശരി തന്നെ. പക്ഷെ എല്ലാവരെയും പോലെ തന്നെ പുള്ളിയും ഒരു മനുഷ്യനാണ്. തെറ്റുകൾ സംഭവിക്കാം. എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആയിട്ടൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. ഒരു കോമണർ എന്ന നിലയിൽ നിന്ന് നമ്മളൊന്ന് മാറ്റി ചിന്തിച്ചാൽ മതി. മറ്റുള്ളവരെ പോലെ തന്നെയാണ് പുള്ളിയും. അതുപോലെ പുള്ളി ഒരു അറ്റൻഷൻ സീക്കിങ്ങിനും അതുപോലെ തന്നെ ക്യാമറ സ്പേസിനും പുള്ളിയെ എല്ലാവർക്കും വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഹൈലൈറ്റ് ചെയ്ത് പുള്ളി വെറൈറ്റി ആയിട്ട് നിൽക്കുന്നു എന്ന് മാത്രം. എന്താണെന്നുണ്ടെങ്കിലും പനിശരത്ത് പറഞ്ഞതുപോലെ തന്നെ അനീഷ് ഒരു ഹീറോ ആകുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അപ്പാനിയും അക്ബറും ഒരു വില്ലനായി തന്നെ ആയിരിക്കും സ്ക്രീനിലേക്ക് വരുന്നത്. അങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അക്ബർ ഒരു കുറച്ച് ഗെയിമിലൊക്കെ ഉള്ളത് കൊണ്ട് കുറച്ച് മുന്നിലേക്ക് കയറി വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പാനിയെ സംബന്ധിച്ച് മിക്കവാറും ഒരു വില്ലൻ പരിവേഷം ഇങ്ങനെ പോകുകയാണെന്നുണ്ടെങ്കിൽ കിട്ടും. മൊത്തത്തിൽ ഈ ഒരു സ്റ്റൈൽ പിടിച്ചാണ് പോകുന്നത് എങ്കിൽ എന്തായാലും നിങ്ങൾ പ്രേക്ഷകരുടെ അഭിപ്രായം ഒന്ന് പറയുക. അവർ പറഞ്ഞ ഈ ഒരു സ്റ്റേറ്റ്മെന്റിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? അനീഷ് ഈ ഒരു സീസണിലേക്ക് ഒരു ഹീറോ ആയി വരാനുള്ള സാധ്യതകൾ ഉണ്ടോ? അല്ലെങ്കിൽ ഈ ഒരു സീസണിലെ രാജാവായി വരാനുള്ള സാധ്യതകൾ ഉണ്ടോ? അങ്ങനെ വന്നു കഴിഞ്ഞാൽ വില്ലൻ ആരാകും എന്നതിനെ കുറിച്ച് നിങ്ങൾ പ്രേക്ഷകരൊന്ന് അഭിപ്രായം പറയുക. എന്താണെങ്കിലും എനിക്ക് പ്രതീക്ഷയുണ്ട് അനീഷിനിൽ. മിക്കവാറും പ്രേക്ഷകരുടെ ഇഷ്ടമൊക്കെ നേടി മുന്നോട്ട് പോകുന്ന അനീഷ് ബിഗ് ബോസ് മലയാളത്തിലെ ആദ്യ ഒരു കോമണർ വിന്നർ ആകാനുള്ള സാധ്യതകളെല്ലാം കാണുന്നുണ്ട്. കാരണം അനീഷിനെ മാറ്റി നിർത്തിയാൽ അതിന് മുകളിൽ പോകാൻ ഒരു കണ്ടസ്റ്റന്റ് നിലവിൽ അവിടെ ഇല്ല. ബിഗ് ബോസ് ഈ ഒരു സീസൺ 7 വന്നിട്ടില്ല. ഒന്ന് രണ്ട് കണ്ടസ്റ്റൻസ് മുന്നിലേക്ക് കടന്നു വരുന്നുണ്ട്. അവരുടെ ഗെയിംസുകളും കാര്യങ്ങളും ഒക്കെ പ്രേക്ഷകർക്കും ഇഷ്ടമായി തുടങ്ങുന്നുണ്ട്. ബാക്കിയൊക്കെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ കുറച്ച് വാഴ കണ്ടസ്റ്റൻസ് എന്ന് പറയുന്നതല്ലാതെ അനീഷിനെ പോലെ പൊരുതി നിൽക്കുന്ന ഒരു കണ്ടസ്റ്റൻസിനെ ഇവിടെ നമുക്ക് നിലവിൽ ഈ സീസൺ 7 പറയാനില്ല. ഒന്ന് രണ്ട് കണ്ടസ്റ്റൻസിനെ നമുക്ക് അവിടെ മാറ്റി നിർത്താം എന്ന് മാത്രം. സോ നിലവിൽ അനീഷ് മിക്കവാറും ഈ ഒരു സീസൺ തൂക്കാനുള്ള സകല ചാൻസുകളും ഉണ്ട്. നമ്മുടെ അപ്പാനി ശരത്ത് പറഞ്ഞ സംഭവം മിക്കവാറും നടക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. സോ നിങ്ങൾ പ്രേക്ഷകരുടെ അഭിപ്രായം ഒന്ന് പറയുക. എങ്ങനെയാണ് അനീഷിന് സാധ്യതകൾ കാണുന്നുണ്ടോ? നിങ്ങൾ പ്രേക്ഷകർക്ക് അനീഷിനെ ഇഷ്ടമാണോ? ഈ അപ്പാനി ശരത്തും അതുപോലെ തന്നെ അക്ബറും ഒരു വില്ലൻ പരിവേഷത്തിലേക്ക് ഒതുങ്ങി പോകുമോ എന്നൊക്കെ ഒന്ന് പറയുക. സോ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.